ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണ വീട്ടിൽ നമുക്ക് ഫേമസ് ആയിട്ട് കിട്ടുന്ന ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണം കൂട്ടിയിട്ടുള്ളവർ ഒരു തവണയെങ്കിലും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനും, വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള കസ്കസ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു കപ്പിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടു 1.25 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്കസിന് പകരമായിട്ട് സബ്ജ സീഡ്, ചിയ സീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, അത് വാങ്ങിച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അളവ് എന്ന് പറയുന്നത് 1/2 ലിറ്റർ പാലാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്കിൻ്റെ അളവ് ശരിക്കും ഞാൻ കറക്റ്റ് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ, എത്ര ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കണം, അതിനനുസരിച്ചിട്ട് പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ പാലെടുത്തിട്ടുള്ളത് ആ ഒരു സെയിം അളവ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്ത ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട്. നിങ്ങളെ ഫ്ലേവറിനും മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കണേ. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഏത് കമ്പനിയുടെ ഏതായാലും കുഴപ്പമില്ല, ഫ്രഷ് ക്രീം വേണമെന്നേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഐസ്ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും നന്നായിട്ട് മിക്സ് ആയിട്ട് ഈ പാലിൽ യോജിച്ച് കിട്ടണം കേട്ടോ. അതുവരെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാലിൻ്റെ അതേ അളവ് തന്നെ വെള്ളം ഒഴിക്കണം, അത് നിർബന്ധമായിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോൾ. നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നല്ല ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരം ചെക്ക് ചെയ്യുക കേട്ടോ. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്കാണല്ലോ നമ്മൾ ആദ്യം ചേർത്തത്, ഇനി പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട്. പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്ര സമയം നമ്മളിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് മിക്സിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഈ പാലൊന്ന് തിളക്കണം. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ തന്നെ ഇളക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിച്ചിട്ട് ഒരു കരിവ് ഫ്ലേവർ വരും. അതുകൊണ്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിയാൽ മതി. നിങ്ങൾ ഇതുപോലെ തന്നെ അരിയിൽ തന്നെ നിന്നിട്ട് ഇളക്കുന്നതാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയേ. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി. ഇപ്പോൾ തിളച്ചിട്ടില്ല, തിളക്കുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ വറുത്തതാണെങ്കിലും വറുക്കാതായാലും ഒന്നും കുഴപ്പമില്ല, ഏതാണ് കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. സേമിയ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടിപ്പോകാനും പാടില്ല. ഒരു ലൈറ്റായിട്ട് ഇടക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇനി സേമിയ വെന്ത് വരുന്ന സമയം കൊണ്ട് പാലും തിളച്ച് വരും. കാരണം ഏതാണ്ട് തിളക്കാനാണ് ആ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം സേമിയത്തിന് അത്രയല്ലേ വേവുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ സേമിയ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഓവർ വെന്ത് ഉടയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഒരു 3/4 വേവിൻ്റെ അടുത്തായിട്ട് മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നല്ലപോലെ തന്നെ തണുക്കണേ. ഇനി നമുക്ക് എന്നിട്ട് വേണം ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പാല് കണ്ടില്ല, നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് ആപ്പിൾ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതിലും നല്ലത് ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി. ഇതിൽ നിന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് ഒരു ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കാം.
ഫ്രൂട്ട്സിൻ്റെ ഒന്നും അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രഷ് ക്രീം അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഒരു 2-3 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. അഥവാ നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ ഇളം ചൂട്ട് കുടിക്കാനും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് കിട്ടുക നല്ല തണുപ്പിച്ചിട്ടാണ്. ഞാൻ ഇതിപ്പോൾ ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും നല്ലപോലെ തന്നെ തണുപ്പിച്ചിട്ടേ കുടിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടോ, വെറുതെ പറയല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്